അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇനി ഈ പാഠത്തിൽ ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഗാലിൻ എന്ന് പറഞ്ഞാൽ വില കൂടിയതാണ്. ഗാലിൻ അതിൻ്റെ അർത്ഥം വില കൂടിയത്. അപ്പോൾ ഹാദൽ കിതാബു ഗാലിൻ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വില കൂടിയതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഗാലിൻ മജ്റൂറല്ല. ലാമിൻ്റെ അടിയിൽ കസ്രത്ത് കാണുന്നുണ്ട്, തൻവീൻ. അലിഫ് ലാം ഇല്ലാത്തതുകൊണ്ട് തൻവീനുണ്ട്, ഗാലിൻ. അപ്പോൾ കസ്രത്ത് ഉണ്ടാകുമ്പം ഈ രൂപത്തിൽ പദങ്ങൾ വരുമ്പം, ഇസ്മുകൾ വരുമ്പം അത് മജ്റൂറാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് മർഫൂ ആണ്. നമ്മൾ മനസ്സിലുണ്ടാണ് അത് മർഫൂ ആണ്. കാരണം എന്താ? അതിന് ശരിയായ രൂപം ഗാലിയുൻ എന്നാണ്. ഗാലിയുൻ. അപ്പോൾ ഗാലിയുൻ യാക്ക് മുകളിൽ ലമ്മത്തുണ്ട്. അപ്പോൾ മർഫൂ ആണിത് സംഭവം. പക്ഷെ എന്താ സംഭവിച്ചത്? യാവും അതിൻ്റെ ലമ്മത്തും കളഞ്ഞ് തൻവീന് അതിൻ്റെ മുന്നേ ഉള്ള ലാമിലേക്ക് ചേർത്തു. അതാ സംഭവിച്ചത്. അപ്പോൾ ഗാലിയുൻ എന്നുള്ളത് ആ യാവും ലമ്മത്തും കളഞ്ഞിട്ട് ആ ലാമിലേക്ക് തൻവീൻ വന്നിട്ട് ഗാലിന്നായി. മനസ്സിലായോ? ഗാലിയുൻ യാവും ലമ്മത്തും കളഞ്ഞു, എന്നിട്ട് യാവും കളഞ്ഞു ലമ്മത്തും കളഞ്ഞു, പിന്നെന്താ ഉള്ളത്? ല. ആ ലാമിൻ്റെ അടിയിൽ പിന്നെന്തായി? ആ തൻവീന് വന്നിട്ട് അത് കസ്രത്തായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അടിസ്ഥാനപരമായിട്ട് മർഫൂ ആണ്. ഗാലിയുൻ, പിന്നെ യാവും അതിൻ്റെ മുകളിൽ ലമ്മത്തും കളഞ്ഞ് ലാമിൻ്റെ അടിയിൽ കസ്രത്തായ തൻവീന് വന്നുകൊണ്ടാണ് ഗാലിന്നായത്. ഇതുപോലത്തെ വേറെയും ചില പദങ്ങളുടെ ഉദാഹരണങ്ങൾ നോക്കാം. കുറേ ഉണ്ട്, ചിലത് മാത്രം ഇവിടെ നോക്കാം ഇൻഷാ അല്ലാ. മുഹാമിയുൻ എന്ന് പറഞ്ഞാൽ വക്കീലാണ്. അതെന്താവും? മുഹാമിന്നാവും. ആ യാവും ലമ്മത്തും കളഞ്ഞ് അതിന് മുന്നേ ഉള്ള മീമിനടിയിൽ തൻവീനായ കസ്രത്ത് വരും. അപ്പോൾ മുഹാമിൻ മജ്റൂറല്ല, മർഫൂ ആണ്. അപ്പോൾ അന മുഹാമിൻ, ഞാനൊരു വക്കീലാണ്. അപ്പോൾ അന എന്താ? മുബ്തദഉൻ മർഫൂൻ. മുഹാമിൻ ഖബറുൻ മർഫൂ ആണ്. പക്ഷേ എന്താണ് കാരണം? എന്താ? അടിസ്ഥാനപരമായിട്ട് അത് മുഹാമിയുനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ആ യാവും ലമ്മത്തും പോയിട്ട് മീമിൻ്റെ അടിയിൽ തൻവീനായ കസ്രത്ത് വന്നതാണ്. അന മുഹാമിൻ, ഞാനൊരു വക്കീലാണ്. മുകളിലത്തെ ഉദാഹരണവും ഹാദൽ കിതാബു ഗാലിൻ. ഹാദ മുബ്തദഉൻ മർഫൂൻ, ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ് ലാമുള്ള ഇസ്മു വന്നു, അൽ കിതാബു. അപ്പോൾ അത് ബദലാണ്. ഗാലിൻ ഖബറുൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അപ്പോൾ അത് മർഫൂ ആണ്. ഓക്കെ, മജ്റൂറല്ല. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. കാദിയുൻ എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് കാദിയുൻ, അതിനെന്ത് സംഭവിച്ചു? യാവും ലമ്മത്തും പോയി ലാൻ്റെ അടിയിൽ തൻവീന് വന്നു, കാദിൻ. അങ്ങനെ കസറായി. പക്ഷേ ഇത് മർഫൂ ആണ്. അബി കാദിൻ, എൻ്റെ ഉപ്പ ജഡ്ജിയാണ്. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുതക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ, കാദിൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഈ കസ്രത്ത് ഈ രൂപത്തിൽ വരുന്ന പദങ്ങൾ, ഇങ്ങനെ വരുന്ന രൂപങ്ങളിൽ വരുന്നത് തെറ്റിദ്ധരിക്കരുത്. പിന്നെ മജ്റൂറാണെന്ന്, അത് മർഫൂ ആണ്. ഒരു ഉദാഹരണം കൂടി നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. വാദിയുൻ. അപ്പോൾ വാദിൻ, ആ യാവും ലമ്മത്തും പോയി ദാലിൻ്റെ അടിയിൽ തൻവീന് വന്നു. അങ്ങനെ കസറായിട്ട് കാണും, പക്ഷെ അത് മർഫൂ ആണ്, താഴ്വര. ഹാദ വാദിൻ, ഇതൊരു താഴ്വരയാണ്. ഹാദ മുബ്തദഉൻ മർഫൂൻ, വാദിൻ ഖബറുൻ മർഫൂൻ. ഇതും കൂടി ഈ പാഠത്തിൽ പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ബാറക്കല്ലാഹു ഫീക്കും.